നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എയർടെലിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 299 പ്ലാനൊക്കെ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 4 പ്ലാൻ അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി 299 രൂപയൊക്കെ റീചാർജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ 349 രൂപയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ 299 രൂപയ്ക്ക് 1 GB 28 ദിവസത്തേക്കാണ് എയർടെൽ തന്നിരുന്നത്. ആ പ്ലാൻ അവർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മുതൽ 349 രൂപയ്ക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഈ 349 രൂപയുടെ പ്ലാനിൽ ഡെയിലി 2 GB ഉപയോഗിക്കാൻ കേട്ടോ ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ അവർ ഒഴിവാക്കിയേക്കുന്ന ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 319 രൂപയുടെ ഒരു ഓഫർ ഉണ്ടായിരുന്നു. കലണ്ടർ റീചാർജ് എന്ന് പറഞ്ഞിട്ട് 30 ദിവസം വാലിഡിറ്റി കിട്ടുന്ന. അപ്പോൾ അതും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 579-ൻ്റെയും 649-ൻ്റെയും 56 ദിവസത്തെ വാലിഡിറ്റി കിട്ടുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. 579 രൂപയുടെ പ്ലാനിന് പകരം 838 രൂപയുടെ പ്ലാൻ ഉപയോഗിക്കാവുന്നതാണ്. 838 രൂപയ്ക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. 56 ദിവസം വാലിഡിറ്റി കിട്ടുന്നതാണ്. പിന്നെ 619 രൂപയുടെ 60 ദിവസം വാലിഡിറ്റി കിട്ടിയിരുന്ന ഒരു ഓഫർ ഉണ്ടായിരുന്നു. അതും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ 799 രൂപയുടെ 84 ദിവസത്തെ വാലിഡിറ്റി ഉള്ളൊരു ഓഫർ ഉണ്ടായിരുന്നു. അതും അവർ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ട് ഇനി 899 രൂപയുടെ പ്ലാൻ തിരഞ്ഞെടുക്കേണ്ടി വരും. നേരത്തെ 299 രൂപ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ 349 രൂപയുടെ പ്ലാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 199-ൻ്റെയും 219-ൻ്റെയും ചെറിയ പ്ലാനുകൾ ഇപ്പോഴും ഉണ്ട്. 28 ദിവസം വാലിഡിറ്റി ഉള്ള ആ പ്ലാനൊക്കെ ഇപ്പോഴും ഉണ്ട്. അതൊന്നും പിൻവലിച്ചിട്ടില്ല. അപ്പോൾ എയർടെലാണ് ഇപ്പോൾ ഇതിനൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇനി മറ്റുള്ള കമ്പനികളായ ജിയോയും VI ഒക്കെ ചിലപ്പോൾ ഇത് തന്നെ പിന്തുടരുമായിരിക്കും. അവരും ഓഫറിൽ വ്യത്യാസം വരുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി റീചാർജ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുള്ളൂ. ഓക്കെ, താങ്ക് യു.